ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഈസി ആയിട്ടൊന്നും നടക്കത്തില്ല. അതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ കഷ്ടതയും വേദനയും ത്യാഗവും സഹിക്കാതെ നടക്കുകയില്ല. നമ്മുടെ പിന്നിൽ പ്രാർത്ഥിക്കാൻ ആളുകൾ ഉണ്ടാകണം. നിസ്സാരമായി നമ്മൾ കാണരുത്. പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മുടെ പിന്നിലില്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല. നമുക്ക് ജീവിതം നയിക്കാൻ പറ്റും, അടിമനുഖത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയുകയില്ല. കെട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങൾ നാളുകളായി 430 സംവത്സരം അടിമനുഖത്തിൽ കിടന്ന ജനത്തെ വിടുവിക്കാൻ അവിടെ മോശ ഉണ്ടായിരുന്നുകൊണ്ടാണ് ജനം വിടുവിക്കപ്പെട്ടത്. മോശ ചെയ്യുന്നത് എന്താണെന്ന് ജനം അറിഞ്ഞില്ല. ഈ ജനത്തെ 430 സംവത്സരം അടിമനുഖത്തിൽ ഇട്ടിരുന്ന 10 അന്ധകാര ശക്തികളോട് ഏകനായി നിന്ന് മോശ പോരാടുകയാ. ഇതിന്റെ ആധിപത്യം നിലനിൽക്കുന്ന അതിന്റെ കേന്ദ്രമായ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് ഫറവോനോട് പ്രത്യക്ഷമായി പോരാടുകയാ. അവന്റെ മന്ത്രവാദ ശക്തിയോടെ പ്രത്യക്ഷമായി പോരാടുകയാ. ജനം അത് അറിയുന്നില്ല. ജനം പറയുന്നു, നീ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചതെന്താ? ഇതൊക്കെ ജനം പറയുന്നുള്ളൂ. പക്ഷെ അകത്തളങ്ങളിലിരുന്ന് അന്ധകാര ശക്തിയോടെ പോരാടുന്ന ഒരു ദൈവ പൈതൽ. ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞേ. നിന്റെ അടിമനുഖം തകർക്കപ്പെടണമെങ്കിൽ നിന്റെ പിന്നിൽ പോരാടുന്ന ഒരു അഭിഷക്തൻ ഉണ്ടാകണം, പോരാടുന്ന ഒരു ദൈവ പൈതൽ ഉണ്ടാകണം. വാഗ്ദത്തം ജീവിതത്തിൽ നിറവേറപ്പെടണമെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ ഡയറക്റ്റ് എന്ന് പോരാടുന്ന അഭിഷക്തനുണ്ടായാലേ പറ്റുകയുള്ളൂ. നമ്മൾക്ക് പിന്നിൽ പ്രാർത്ഥിക്കുന്നൊരു സഭ വേണം, പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ വേണം. ഇല്ലെങ്കിൽ വലഞ്ഞു പോകും നമ്മൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അവിടെ ഇവിടെ ഓടി നടക്കുന്നവർക്ക് രക്ഷപ്പെട്ടൊരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ലെന്ന്. നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നവരല്ല. ഞാൻ പറഞ്ഞത്, ഒരിടത്തങ്ങ് നിൽക്ക്, ഒരിടത്ത് ഉറച്ചങ്ങ് നിൽക്ക്. അവിടെ എന്തായാലും കടപ്പാടുണ്ടാകണം, ഇല്ലേ? എന്തായാലും അവിടെ അവർ പ്രാർത്ഥിക്കുമെന്ന്. അവിടെയും പോയി ഇവിടെയും പോയി നിന്ന് കഴിഞ്ഞാൽ ആരാ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി?